ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരവൂര് കാപ്പിൽ നല്ല കടലും കായലും കൂടെ ഒരുമിച്ച് കിടക്കുന്ന അതിസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മളുള്ളത് കൊട്ടിയത്താണ്. കൊട്ടിയൊക്കെ ആകെ മാറി കണ്ടാ. ഇത് ഏത് ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിംസ് ഹെൽത്ത് ഇല്ലേ, കൊട്ടിയത്തുള്ള ആ ഒരു ഭാഗത്താണ് ഉള്ളത്. ഇപ്പോൾ ആൾക്കാർ ഇതിൽ ക്രോസ് ചെയ്യുന്നതാ, രണ്ടുപേരും നടന്നൊക്കെ പോകുന്നു, ഒന്നും ഒരു ഊസലും ഇല്ലാതെ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ കൊട്ടിയം. കൊട്ടിയത്തിന് മുന്നേ നമ്മൾ ഈ ബ്രിഡ്ജിൽ കയറിയതാണ്. പിന്നെ നമ്മൾ ഇറങ്ങുന്നത് ഈ ഒരു ഭാഗത്താണ്. കിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ആ സൈഡിൽ നിന്ന് നമ്മൾ എക്സിറ്റ് എടുത്തു. പിന്നെ ഈ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗം നിങ്ങൾക്കറിയാം, ഇത്തിക്കര നമ്മുടെ മുന്നേ ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചു, അതായത് വിള്ളലൊക്കെ സംഭവിച്ച് ആർക്കൊന്നും പറ്റിയില്ല. അതിനുശേഷം ആ റോഡിൻ്റെ അവസ്ഥയാണിത്. ഇപ്പം തിരക്കാണ്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. സാധാരണ ഇത്ര തിരക്ക് വരത്തില്ല, എന്തെങ്കിലും കാരണങ്ങൾ നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ബ്ലോക്ക് ഇതാ ഈ ഒരു ഭാഗത്താണ്. ഇത്തിക്കര നമ്മൾ മുമ്പ് റോഡൊക്കെ വിള്ളൽ വീണ ആ ഒരു ഭാഗമാണ്. ഇവിടെ ഇതാ ഇങ്ങനെ ഇപ്പം തുറസായ സ്ഥലം. മുമ്പ് ഇവിടെ മണ്ണിട്ട് പൊക്കിയായിരുന്നു. ഇവിടെ മണ്ണിട്ട് പൊക്കിയതിന് ശേഷമാണ് റോഡിൻ്റെ വിള്ളലും കാര്യങ്ങളൊക്കെ വീണത്. അതിന് ശേഷം ഇപ്പം ഇത് മൊത്തത്തിൽ മറ്റേ പാലം എന്നുള്ള രീതിയിൽ, താഴെ തൂണെന്നുള്ള രീതിയിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നു. വണ്ടിയുടെ ടയർ പൊട്ടി. ഇപ്പം ചൂട് സമയമല്ല, നമ്മളെ ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ചൂടടിച്ചാൽ തേയ്മാനമുള്ള ടയറുകളൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പണി അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡിന് നടക്കുന്നുണ്ട്. ഈ നല്ല ചൂടത്താണ് ഇവരുടെ ഈ പണിയും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ സമ്മതിക്കണം. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. അവിടെ നിന്നുള്ള എക്സിറ്റ് ആണ്. നല്ല കുത്തനെയുള്ള കയറ്റം. ബസ് അതുപോലെ നിൽക്കുക, അനങ്ങുന്നില്ല. ഇവിടെ നിന്ന് താഴോട്ടുള്ള കാഴ്ച ഇതാണ്. നമ്മളെ ഇത്തിക്കര പാലം കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണിത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പരവൂര് പോകാൻ വേണ്ടി തിരുമുക്കിലെത്തി. തിരുമുക്കിൽ ഇവിടെ ഈ ഫസ്റ്റ് കാണുന്ന നോ എൻട്രി ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികളാണ്. ഇവിടെ നിന്നാണ് എൻട്രി. പക്ഷെ ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവമെന്ന്. എല്ലാവർക്കും അല്ല, ചില ആൾക്കാർക്ക്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് ലെഫ്റ്റ് എടുത്താണ് പരവൂര് പോകേണ്ടത്. ഇപ്പോൾ നമ്മളുള്ള തിരുമുക്കിലാണ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ കൊല്ലത്തോട്ട് പോകുന്ന ഇതാണ് പരവൂര്. ഈ റൂട്ട് പോകുന്ന ബസ്സിൻ്റെ ഏരിയകളാണ് കൊട്ടിയം, ചാത്തന്നൂർ, പരവൂർ, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പരവൂർ എത്തിയിട്ടുണ്ട്. തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. റോഡൊക്കെ നല്ല ബ്ലോക്കൊന്നും ഇല്ലാത്ത രീതിയിൽ പരവൂരെത്തി. ഇവിടെ നിന്ന് നമുക്ക് വർക്കല ബീച്ചിൽ പോകുന്ന ഒരു 12 കിലോമീറ്ററാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന നമ്മുടെ പാരിപ്പള്ളി റോഡാണ്. അപ്പോൾ നമ്മൾ പോകുന്ന നേരെയാണ് കാപ്പിൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കാപ്പിൽ എത്തിയിരിക്കുകയാണ്. കടലും കായലും ഒരുമിക്കുന്ന ഒരു അതിസുന്ദരമായിട്ടുള്ള ഒരു പ്രകൃതിയാണ് നമ്മുടെ കാപ്പിൽ ബീച്ച്. നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാം, ഇത് കായലാണ്. ഇത് കായൽ. ഈ സൈഡിൽ നോക്കിയാൽ കടൽ. കൊല്ലത്തുള്ളവരും ഇവിടെ വന്നവർക്കൊക്കെ ഇത് വളരെ വിശദീകരിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നാലും വളരെ മനോഹരമായിട്ടാണ് കായലും കടലും കൂടെ കിടക്കുന്നത്. ഇപ്പോൾ സമയം 4:30. വൈകിട്ട് ഈവനിങ്ങിലാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ കാണുന്നത്. ഈ സമയത്ത് ആരും ഇല്ല. ഇതാ നോക്കിയേ,
കായൽ എന്ത് മനോഹരം. അതുപോലെ കടൽ ഈ സൈഡ്. ഇവിടെ കായൽ, ഇവിടെയും കായൽ, അതിനപ്പുറത്ത് കടൽ. അപ്പോൾ സുഹൃത്തുക്കളെ, കടലും കായലും ഒന്നിക്കുന്ന ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ കടലിനോട് ചേർന്ന് കിടക്കുന്ന റൈറ്റ് സൈഡിലുള്ള ഈ ഒരു വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. കായലിൽ പിള്ളേരൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട്, ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഈ സൈഡ് കുഴപ്പമില്ല, ആഴം കുറവാണ്. കടലും കായലും ഒന്നിക്കുന്ന ആ ഒരു ഏരിയയാണ് ഈ ഭാഗത്ത്. വെള്ളം കയറുമ്പോൾ ഈ ഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ചാവും. അപ്പോൾ സുഹൃത്തുക്കളെ, കാപ്പിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുന്നു. അപ്പോൾ അടുത്തടുത്ത നല്ല നല്ല വീഡിയോസുമായി കാണുന്നതുവരേക്കും മഅസ്സലാം.